ഹായ്, ഏവർക്കും ബ്ലാക്ക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അമ്മമാരായ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. അമ്മമാർക്ക് 5000 രൂപ വീതം ധനസഹായവും അതുപോലെ പെൺകുഞ്ഞ് ഉണ്ടായി എന്നുണ്ടെങ്കിൽ അവർക്ക് 6000 രൂപ ധനസഹായവും കേന്ദ്ര സർക്കാർ നേരിട്ട് നൽകുന്നു. ഈ പദ്ധതിയിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം, ആർക്കെല്ലാം അപേക്ഷിക്കാം, അപേക്ഷ എങ്ങനെ സമർപ്പിക്കണം, അതുപോലെ ഇതിൽ ലഭിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ആർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്, എങ്ങനെ നേടാം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി മനസ്സിലാക്കാം. വീഡിയോ ആദ്യാവസാനം പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ വ്യക്തമായ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ചാനൽ ആദ്യമായി കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന, അതായത് PMMVY, അർഹരായ ഗർഭിണികൾക്കും പ്രസവിച്ച അമ്മമാർക്കും സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണിത്. ഈ പദ്ധതിയിലൂടെ ആദ്യത്തെ ജീവനുള്ള കുഞ്ഞിന് 5000 രൂപ വരെ ലഭിക്കാം. അതുപോലെ തന്നെ രണ്ടാമത്തെ കുഞ്ഞ് പെൺകുഞ്ഞാണെങ്കിൽ 6000 രൂപ വരെ ലഭിക്കാനും അവസരമുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാ ഗർഭിണികൾക്കും ഈ തുക സ്വമേധയാ ലഭിക്കുന്നതല്ല. ചില പ്രത്യേക അർഹത വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ത്രീകൾക്കാണ് PMMVY ആനുകൂല്യം ലഭിക്കുക. ആർക്കൊക്കെയാണ് അർഹത? ആദ്യ കുഞ്ഞിന് 5000 എങ്ങനെയാണ് ലഭിക്കുന്നത്? രണ്ടാമത്തെ കുഞ്ഞ് പെൺകുഞ്ഞാണെങ്കിൽ 6000 എങ്ങനെ ലഭിക്കും? എവിടെയാണ് അപേക്ഷിക്കേണ്ടത്? ഓൺലൈനായി സ്വയം അപേക്ഷിക്കാൻ കഴിയുമോ? അംഗനവാടി അല്ലെങ്കിൽ ആശാ വർക്കർ വഴി അപേക്ഷിക്കാമോ? എന്തൊക്കെ രേഖകൾ വേണം? ആധാർ നിർബന്ധമാണോ? ഭർത്താവിൻ്റെ ആധാർ വേണോ? അപേക്ഷ നൽകാൻ എത്ര സമയമുണ്ട്? മിസ്കാരിയേജ് അല്ലെങ്കിൽ സ്റ്റിൽ ബർത്ത് ഉണ്ടായാൽ പിന്നീട് ഈ പദ്ധതിക്ക് അപേക്ഷിക്കാമോ? ഇതെല്ലാം ഓരോന്നായി ഈ വീഡിയോയിൽ വിശദീകരിക്കാം. PMMVY എന്നത് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന, മലയാളത്തിൽ പ്രധാനമന്ത്രി വന്ദന യോജന എന്നാണ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന് കീഴിൽ മാതൃക്ഷേമ പദ്ധതിയാണിത്. പദ്ധതി രാജ്യവ്യാപകമായി 2017 ജനുവരി 1 മുതൽ നടപ്പിലാക്കി. ഗർഭകാലത്തും പ്രസവശേഷവും അമ്മയ്ക്കും കുഞ്ഞിനും ആവശ്യമായ ആരോഗ്യ പോഷകകാര്യങ്ങൾക്ക് സഹായം നൽകുന്നതിനോടൊപ്പം പ്രസവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വേതന നഷ്ടത്തിന് ഭാഗമായി നഷ്ടപരിഹാരം നൽകുക എന്നതും പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. പിന്നീട് PMMVY 2.0 വന്നതോടെ പദ്ധതിയിൽ പ്രധാനപ്പെട്ട മാറ്റം ഉണ്ടായി. ആദ്യത്തെ ജീവനുള്ള കുഞ്ഞിന് ലഭിച്ചിരുന്ന ആനുകൂല്യത്തിന് പുറമെ രണ്ടാമത്തെ കുഞ്ഞ് പെൺകുഞ്ഞാണെങ്കിൽ 6000 ലഭിക്കുന്ന സംവിധാനം കൂടി ഉൾപ്പെടുത്തി. ഈ മാറ്റം 2022 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. ആദ്യത്തെ ജീവനുള്ള കുഞ്ഞിന് ആകെ 5000 PMMVY പ്രകാരം ലഭിക്കുന്നത്. ഇതിൽ 2 ഗഡുക്കളായാണ് നൽകുന്നത്. ആദ്യത്തെ ഗഡു 3000. ആദ്യ ഗഡുവിന് ഗർഭം രജിസ്റ്റർ ചെയ്തിരിക്കണം. കൂടാതെ കുറഞ്ഞത് 2 ആൻറ്റി നാറ്റൽ ചെക്കപ്പ്, അതായത് ANC പരിശോധനകൾ പൂർത്തിയാക്കണം. ഔദ്യോഗിക FAQ പ്രകാരം ഈ 2 ANC പരിശോധനകൾ LMB മുതൽ 6 മാസത്തിനുള്ളിൽ നടത്തുന്നത് പ്രിഫറബിളി ആയി വ്യക്തമായിട്ടുണ്ട്. അതായത് ഗർഭിണിയായ ഉടൻ തന്നെ ഗർഭം രജിസ്റ്റർ ചെയ്യുകയും ആവശ്യമായ ആരോഗ്യ പരിശോധനകൾ നടത്തുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. രണ്ടാമത്തെ ഗഡു 2000. കുഞ്ഞ് ജനിച്ചതിന് ശേഷം ജനനം രജിസ്റ്റർ ചെയ്യണം. കൂടാതെ കുഞ്ഞിൻ്റെ ആദ്യഘട്ട പ്രതിരോധ കുത്തിവയ്പ്, അതായത് 14 ആഴ്ച വരെയുള്ള ആദ്യ സൈക്കിൾ ഓഫ് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പൂർത്തിയാക്കണം. ഈ നിബന്ധനകൾ പൂർത്തിയാക്കിയ ശേഷം രണ്ടാം ഗഡുവായ 2000 ലഭിക്കും. അങ്ങനെ ആദ്യത്തെ ജീവനുള്ള കുഞ്ഞിന് ആകെ 3000 + 2000 5000 എന്നത് പദ്ധതി പ്രകാരം ലഭിക്കും.
ഇനിയൊരു മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം, രണ്ടാമത്തെ കുഞ്ഞ് പെൺകുഞ്ഞാണെങ്കിൽ 6000 ലഭിക്കാം. ഇത് ആദ്യ കുഞ്ഞിൻ്റെ 5000 പോലെ 2 ഗഡുക്കളായി അല്ല, ഒറ്റ ഗഡുവായാണ് 6000 നൽകുന്നത്. പക്ഷേ ഇവിടെ ചില നിബന്ധനകളുണ്ട്. ഗർഭം രജിസ്റ്റർ ചെയ്യണം, കുറഞ്ഞത് 2 ANC പരിശോധനകൾ പൂർത്തിയാക്കണം, കുഞ്ഞിൻ്റെ ജനനം രജിസ്റ്റർ ചെയ്യണം, കൂടാതെ കുഞ്ഞിൻ്റെ ആദ്യത്തെ 14 ആഴ്ച വരെയുള്ള യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ സൈക്കിൾ പൂർത്തിയാക്കണം. ഇവ പൂർത്തിയാക്കിയ ശേഷം 6000 ലഭിക്കും. അതുകൊണ്ട് പെൺകുഞ്ഞ് ജനിച്ചാൽ ഉടൻ 6000 കിട്ടും എന്ന രീതിയിൽ മാത്രം ഈ പദ്ധതിയെ മനസ്സിലാക്കരുത്. അർഹരായ മാനദണ്ഡങ്ങളും ആവശ്യമായ ആരോഗ്യ പരിചരണ നിബന്ധനകളും പാലിക്കണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ ഗർഭിണികൾക്കും PMMVY ആനുകൂല്യം ലഭിക്കുന്നില്ല. സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ അർഹരായ സ്ത്രീകളെയാണ് പ്രധാനമായും പദ്ധതി ലക്ഷ്യമിടുന്നത്. താഴെ പറയുന്ന വിഭാഗങ്ങളിലെ ഏതെങ്കിലും ഒന്നിൽ ഉൾപ്പെടുന്ന സ്ത്രീകൾക്ക് PMMVYക്ക് അപേക്ഷിക്കാം. SC വിഭാഗം, അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് അപേക്ഷിക്കാം. ST വിഭാഗം, ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് അപേക്ഷിക്കാം. ഭിന്നശേഷിയുള്ള സ്ത്രീകൾ, എന്തെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടോ 40% അതിൽ കൂടുതലോ ഭിന്നശേഷിയുള്ള സ്ത്രീകൾക്കും അപേക്ഷിക്കാം. BPL റേഷൻ കാർഡ്, BPL റേഷൻ കാർഡുള്ള സ്ത്രീകൾക്ക് അപേക്ഷിക്കാം. PMJAY, ആയുഷ്മാൻ ഭാരത് PMJAY ഗുണഭോക്താക്കളായ സ്ത്രീകൾക്ക് അപേക്ഷിക്കാം. ഇശ്രാം കാർഡ് ഉള്ള സ്ത്രീകൾക്ക് അപേക്ഷിക്കാം. PM കിസാൻ അഥവാ കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കളായ വനിതകൾക്ക് അപേക്ഷിക്കാം. MGNREGA, അതായത് തൊഴിലുറപ്പ് കാർഡുള്ള സ്ത്രീകൾക്ക് അപേക്ഷിക്കാം. കുടുംബ വരുമാനം, കുടുംബത്തിൻ്റെ വാർഷിക നെറ്റ് ഇൻകം 8 ലക്ഷത്തിൽ താഴെയുള്ള സ്ത്രീകൾക്ക് അപേക്ഷിക്കാം. AWW, AWH, ASHA, അതായത് ആശ, ഗർഭിണികളോ മുലയൂട്ടുന്നവരോ ആയ അംഗനവാടി വർക്കർ, അംഗനവാടി ഹെൽപ്പർ, ആശ വർക്കർമാർ എന്നിവർക്കും അപേക്ഷിക്കാം. NFSA റേഷൻ കാർഡ്, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരമുള്ള റേഷൻ കാർഡുള്ള സ്ത്രീകൾ. ഇവയിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെടുന്നുവെങ്കിൽ അതിൻ്റെ തെളിവ് അപേക്ഷയ്ക്കൊപ്പം നൽകേണ്ടി വരും. ഇവിടെ പലർക്കും തെറ്റിദ്ധാരണയുണ്ട്. BPL റേഷൻ കാർഡ് ഇല്ലെങ്കിൽ PMMVY കിട്ടില്ല എന്നു കരുതേണ്ടതില്ല. BPL എന്നത് അർഹതയ്ക്കുള്ള പല വിഭാഗങ്ങളിൽ ഒന്നു മാത്രമാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ ഇശ്രം കാർഡ് ഉണ്ടാകാം, അല്ലെങ്കിൽ MGNREGA ജോബ് കാർഡ് ഉണ്ടാകാം, അല്ലെങ്കിൽ PMJAY ജന്മൻ കാർഡ് ഉണ്ടാവാം, അല്ലെങ്കിൽ PM കിസാൻ ഗുണഭോക്താവായ വനിത ആയിരിക്കാം, അല്ലെങ്കിൽ കുടുംബ വരുമാനം 8 ലക്ഷത്തിൽ താഴെയായിരിക്കാം. അതിനാൽ BPL കാർഡ് ഇല്ലാത്തവർ ആദ്യം താങ്കൾക്ക് ബാധകമായ മറ്റൊരു എലിജിബിലിറ്റി കാറ്റഗറി ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഇനി അപേക്ഷിക്കേണ്ട സ്ഥലം. ഇതിന് പ്രധാനമായും 2 മാർഗങ്ങളുണ്ട്. ഒന്നാമത്തെ മാർഗം അംഗനവാടി ആശാ വർക്കർ. നിങ്ങളുടെ പ്രദേശത്തെ അംഗനവാടി വർക്കർ അല്ലെങ്കിൽ ആശാ വർക്കറിനെ സമീപിക്കാം. അർഹതയുള്ള സ്ത്രീയുടെ അപേക്ഷ അവർ PMMVY പോർട്ടൽ വഴി ഓൺലൈനായി സമർപ്പിക്കാൻ സഹായിക്കും. ഓൺലൈൻ അപേക്ഷയെക്കുറിച്ച് അറിവില്ലാത്തവർ ഇത് വളരെ സഹായകരമാണ്. രണ്ടാമത്തെ മാർഗം സിറ്റിസൺ ലോഗിൻ. അർഹതയുള്ള സ്ത്രീക്ക് സ്വയം PMMVY പോർട്ടൽ വഴി അപേക്ഷിക്കാനും കഴിയും. ഔദ്യോഗിക പോർട്ടൽ PMMVY.WCD.gov.in. സിറ്റിസൺ ലോഗിൻ ഉപയോഗിച്ച് സെൽഫ് രജിസ്ട്രേഷൻ സൗകര്യം നിലവിലുണ്ട്. അതിനാൽ അപേക്ഷിക്കാൻ നിർബന്ധമായും സൈബർ കഫേയിലേക്ക് പോകണമെന്നില്ല. എന്നാൽ ഓൺലൈൻ അപേക്ഷിക്കാൻ സംശയമുണ്ടെങ്കിൽ അംഗനവാടി വർക്കർ അല്ലെങ്കിൽ ആശാ വർക്കറിൻ്റെ സഹായം തേടുന്നത് നല്ലതാണ്. ഇനി ഓൺലൈൻ അപേക്ഷയുടെ അടിസ്ഥാന ഘടകങ്ങൾ നോക്കാം. ആദ്യം ഔദ്യോഗിക PMMVY വെബ്സൈറ്റ് തുറക്കുക. PMMVY.WCD.gov.in. തുടർന്ന് സിറ്റിസൺ ലോഗിൻ തിരഞ്ഞെടുക്കുക. അവിടെ ആവശ്യമായിപ്പെടുന്ന വിവരങ്ങൾ നൽകുക. വ്യക്തിഗത വിവരങ്ങൾ, മൊബൈൽ നമ്പർ, ആധാർ സംബന്ധമായ വിവരങ്ങൾ, ഗർഭവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ,
LMB ഡേറ്റ്, ANC സംബന്ധമായ വിവരങ്ങൾ, ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് വിവരങ്ങൾ, നിങ്ങളുടെ എലിജിബിലിറ്റി കാറ്റഗറി, അതിനുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് തുടങ്ങിയ വിവരങ്ങൾ നൽകേണ്ടി വരും. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് നൽകിയിരിക്കുന്ന വിവരങ്ങൾ കൃത്യമാണോ എന്ന് പരിശോധിക്കുക. പ്രത്യേകിച്ച് പേര്, ആധാർ വിവരങ്ങൾ, ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC മൊബൈൽ നമ്പർ എന്നിവയിൽ തെറ്റുണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക. കാരണം പിന്നീട് DBT വഴി പണം ലഭിക്കുന്നതിനാൽ ബാങ്ക് വിവരങ്ങളിലെ പിശക് പ്രശ്നമാകാം. ഇനി രേഖകളുടെ കാര്യത്തിലേക്ക് വരാം. ഔദ്യോഗിക PMMVY FAQ പ്രകാരം ആവശ്യമായ രേഖകളിൽ പ്രധാനമായും ആധാർ കാർഡ്, ആധാർ മാപ്ഡ് ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് ഡീറ്റെയിൽ, മൊബൈൽ നമ്പർ, എലിജിബിലിറ്റി പ്രൂഫ്, MCP അല്ലെങ്കിൽ RCHI കാർഡ്, LMB ഡേറ്റ്, ANC ഡേറ്റ്, കുഞ്ഞ് ജനിച്ചതിന് ശേഷം ബർത്ത് സർട്ടിഫിക്കറ്റ്, ബർത്ത് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്, ചൈൽഡ് ഇമ്മ്യൂണൈസേഷൻ ഡീറ്റെയിൽസ് എന്നിവ ഉൾപ്പെടാം. കൂടാതെ നിങ്ങൾ ഏത് എലിജിബിലിറ്റി കാറ്റഗറി ഉപയോഗിച്ചാണ് അപേക്ഷിക്കുന്നത് എന്നതനുസരിച്ച് അതിൻ്റെ രേഖയും ആവശ്യമാണ്. ഉദാഹരണത്തിന് ഇഷ്രാം കാർഡ് ആണെങ്കിൽ അതിൻ്റെ തെളിവ്, MGNREGA ജോബ് കാർഡ് ആണെങ്കിൽ അതിൻ്റെ തെളിവ്, PMJAY ആണെങ്കിൽ ഗുണഭോക്താവാണെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട രേഖ, BPL അല്ലെങ്കിൽ NFSA റേഷൻ കാർഡ് ഉപയോഗിക്കുന്നുവെങ്കിൽ അതിൻ്റെ രേഖ, വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അർഹത തെളിയിക്കുന്നതെങ്കിൽ ആവശ്യമായ ഇൻകം റിലേറ്റഡ് പ്രൂഫ്. അതുകൊണ്ട് അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ അർഹത തെളിയിക്കുന്ന രേഖ തയ്യാറാക്കി വയ്ക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ടൊരു സംശയം, PMMVYക്ക് ആധാർ വേണോ? ഔദ്യോഗിക FAQ പ്രകാരം ഗുണഭോക്താവിൻ്റെ ആധാർ PMMVY ആനുകൂല്യം ലഭിക്കുന്നതിന് ആവശ്യമാണ്. എന്നാൽ ഭർത്താവിൻ്റെ ആധാർ കാർഡ് നിർബന്ധമാണോ? PMMVY 2.0ൽ ഭർത്താവിൻ്റെ ആധാർ നിർബന്ധമാക്കിയിരുന്നു. വ്യവസ്ഥ നീക്കം ചെയ്തിട്ടുണ്ട്. അതായത് അപേക്ഷകയുടെ ആധാർ സംബന്ധിച്ച ആവശ്യകതയും ഭർത്താവിൻ്റെ ആധാർ സംബന്ധിച്ച ആവശ്യകതയും ഒരേ കാര്യമല്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപേക്ഷ സമർപ്പിച്ചാൽ ഉടൻ പണം ലഭിക്കുമെന്നല്ല. ആദ്യം അപേക്ഷ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പരിശോധിക്കും. അംഗീകാരം ലഭിച്ച ശേഷം തുക ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അതായത് DBT വഴി ഗുണഭോക്താവിൻ്റെ ആധാർ ബേസ്ഡ് ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യും. ആധാർ ബേസ്ഡ് പേയ്മെൻറ്റ് സാധ്യമാക്കുന്നതിനായി ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് ആധാർ സീഡഡ് ആയിരിക്കണം. അതുകൊണ്ട് അപേക്ഷ നൽകുന്നതിന് മുമ്പ് ബാങ്ക് അക്കൗണ്ട് സജീവമാണോ, ആധാർ മാപ്പിംഗ് ശരിയാണോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുന്നത് നല്ലതാണ്. ഇനി പലരും ചോദിക്കാത്ത പക്ഷേ വളരെ പ്രധാനപ്പെട്ട കാര്യം, അപേക്ഷ നൽകാൻ സമയപരിധി ഉണ്ട്. നിലവിലെ ഔദ്യോഗിക FAQ പ്രകാരം ഗുണഭോക്താവിന് കുഞ്ഞ് ജനിച്ചതിന് ശേഷം 270 ദിവസം വരെ PMMVY പോർട്ടൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കൂ. അതുകൊണ്ട് കുഞ്ഞ് ജനിച്ച് വളരെ കാലം കഴിഞ്ഞ ശേഷം അപേക്ഷിക്കാം എന്ന് കരുതി അനാവശ്യമായി വൈകിക്കരുത്. ഗർഭകാലത്ത് തന്നെ രജിസ്ട്രേഷനും ആവശ്യമായ ANC പരിശോധനകളും പൂർത്തിയാക്കുന്നത് പ്രായോഗികമായി കൂടുതൽ സുരക്ഷിതമാണ്. ഇനി വളരെ സെൻസിറ്റീവ് അല്ലെങ്കിലും പ്രധാനപ്പെട്ടൊരു വിവരം, ഒരു ഗർഭകാലത്ത് മിസ്കാരേജ് അല്ലെങ്കിൽ സ്റ്റിൽ ബർത്ത് സംഭവിച്ചാൽ ഭാവിയിൽ ഗർഭകാലത്ത് PMMVYക്ക് അർഹത ഇല്ലാതാകുമെന്നില്ല. ഔദ്യോഗിക FAQ പ്രകാരം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സംഭവിച്ചാൽ ഭാവിയിൽ ഗർഭകാലത്ത് ഗുണഭോക്താവിനെ ഫ്രഷ് ബെനിഫിഷ്യറിയായി പരിഗണിക്കുന്ന വ്യവസ്ഥയുണ്ട്. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളുള്ളവർ സ്വന്തം അംഗനവാടി വർക്കർ, ആശാ വർക്കർ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആരോഗ്യ, വനിതാ, ശിശുവികസന ഉദ്യോഗസ്ഥരോട് വ്യക്തിഗത രേഖകൾ അടിസ്ഥാനമാക്കി അർഹത പരിശോധിക്കാം. ഇനി മറ്റൊരു പ്രധാന എലിജിബിലിറ്റി കണ്ടീഷൻ, നിങ്ങളിലെ ഔദ്യോഗിക FAQ പ്രകാരം ഗുണഭോക്താവിൻ്റെ പ്രായം 18 വയസ്സും 7 മാസവും മുതൽ 55 വയസ്സിന് താഴെയുമായിരിക്കണം കുഞ്ഞിൻ്റെ ജനന സമയത്ത്. അതുകൊണ്ട് അപേക്ഷിക്കുന്നവർ സ്വന്തം പ്രായവും മറ്റ് അർഹതാ മാനദണ്ഡങ്ങളും പരിശോധിക്കുക. അപേക്ഷ സമർപ്പിച്ച ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ വളരെ പ്രധാനമാണ്. PMMVY പോർട്ടലിൽ മൊബൈൽ നമ്പർ വിവരങ്ങൾ നൽകുന്നത് അപേക്ഷയുടെ സ്റ്റാറ്റസ്, ഫണ്ട് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അറിയിപ്പുകൾക്കായി ഉപയോഗിക്കുന്നതാണ്. അതിനാൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ നൽകുക. അപേക്ഷ സമർപ്പിച്ച ശേഷം സ്റ്റാറ്റസ് പരിശോധിക്കുക. പണം ലഭിച്ചില്ലെങ്കിൽ ഉടൻ മറ്റൊരാളുടെയോ അക്കൗണ്ടിലേക്ക് പണം അയക്കുകയോ ഏതെങ്കിലും
അനധികൃത വ്യക്തിക്ക് OTP നൽകുകയോ ചെയ്യരുത്. ആദ്യം അംഗനവാടി വർക്കർ, ആശാ വർക്കർ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഔദ്യോഗിക സംവിധാനത്തിൽ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അംഗനവാടിയുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇതുപോലുള്ള ഗവൺമെൻറ് അപ്ഡേറ്റ്സും പെൻഷൻ ന്യൂസ് അതുപോലുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക്